ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അന്നേരം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ 2 ദിവസമാണ്. എൻ്റെ ഒരു ബിസി ആയിട്ടുള്ള 2 ദിവസമായിട്ട് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം കുറച്ച് നാളുകൊണ്ട് എൻ്റെ ഒരു ദിവസങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്, കുറച്ച് ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ വെച്ചാൽ നമ്മൾ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കസ്റ്റമൈസ് ഫോട്ടോ ഫ്രെയിംസ് നിങ്ങൾ നമ്മൾ ചാനൽ മുമ്പോട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ പാക്കിങ്ങിൻ്റെ വീഡിയോയും അതേപോലെ തന്നെ കുട്ടി ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഫോട്ടോ ഫ്രെയിം, അങ്ങനെ കസ്റ്റമൈസ് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ, ബർത്ത്ഡേ ഫോട്ടോ ഫ്രെയിം, അങ്ങനെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഇല്ലേ. അന്നേരം നമ്മൾ സൈഡിൽ കാണിക്കണം നമ്മൾ ID artby Nihi എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID-യുടെ പേര്. അന്നേരം ഇന്ന് ഞാൻ എൻ്റെ ആ ഒരു ഫോട്ടോ ഫ്രെയിം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാൻ പാക്ക് ചെയ്ത് അതിൻ്റെ മേക്കിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഫോട്ടോസ് മാത്രമല്ലേ കാണുകയുള്ളൂ, അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടും കാര്യങ്ങളും അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ 2 ദിവസത്തെ കാര്യങ്ങളാട്ടോ കാണിക്കുന്നത്. 2 വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. കാരണം ഒറ്റ വീഡിയോ ഇടാൻ വെച്ചാൽ ഒരുപാട് ലെന്താണ്, നമുക്ക് കാണുമ്പോൾ ബോറടിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട, ഞാൻ കട്ട് ചെയ്ത് 2 വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആദ്യമേ കണ്ട് ഈ ഒരു ഭാഗത്താണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റും എന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ മേക്കിങ്ങും അതേപോലെ എൻ്റെ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതും എല്ലാം ഈ ഒരു സ്ഥലത്താട്ടോ. എനിക്ക് ഇത്രയും സ്ഥലം മാത്രമേ എൻ്റെ വീട്ടുകാർ എനിക്ക് തന്നിട്ടുള്ളൂ. കാരണം നമുക്ക് വീട്ടിൽ കുറച്ച് സ്ഥല പരിമിതികളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാനൊക്കെ സ്ഥലവും നമുക്ക് കബോർഡ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പാടാണ് എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വെക്കാനും ഒക്കെ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഇത്ര സ്ഥലം കണ്ടുകൊണ്ട് എൻ്റെ ഫോട്ടോ ഫ്രെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്ന, യൂട്യൂബിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇവിടെ വെച്ചാണ്. അന്നേരം എല്ലാം ഇവിടെ തന്നെ കേട്ടോ. അന്നേരം ഞാൻ ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ ഇവിടെ. കാരണം നമ്മൾ തലേ ദിവസം പാക്ക് ചെയ്തതിന് കുറച്ച് ഇത് വേസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. വലിയ ക്ലീനിങ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ കറക്റ്റ് നമ്മൾ ഏതൊക്കെ സൈസാണ് ഫ്രെയിം വേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്രെയിമൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മളൊരു 14 ഫ്രെയിം ഉണ്ട് കേട്ടോ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഫ്രെയിമൊക്കെ എടുത്ത് കറക്റ്റ് ഇതിലെടുത്ത് വെച്ചു. അതുകൊണ്ട് ഇത് ഇത്രയാണ്. നമ്മളിപ്പോൾ ഫ്രെയിം പ്രിൻ്റ് എടുത്ത് ലാമിനേഷൻ ചെയ്ത് വെച്ചേക്കും കേട്ടോ. പ്രിൻ്റ് നമ്മൾ ഗ്ലാസ് ഫ്രെയിം അല്ല കേട്ടോ, നമ്മൾ മുമ്പ് ഗ്ലാസ് ഫ്രെയിം ആയിരുന്നു. ഇപ്പം പിന്നെ ഒരു 2 വട്ടം പൊട്ടിപ്പോയി ഗ്ലാസ്. നമ്മൾ എത്ര ഇതായിട്ട് പാക്ക് ചെയ്താലും കുറേ സർവീസിൻ്റെ ഉള്ളതുകൊണ്ട് പൊട്ടിപ്പോയി. നമ്മൾ എന്നിട്ട് അവരുടെ കംപ്ലയിൻറ്റും ചെയ്തിട്ട് യാതൊരു ഇതില്ല. നമ്മൾ പിന്നെ ലാമിനേഷൻ ഫ്രെയിം ആക്കി, അത് കുറച്ച് സേഫാണ്. പിന്നെ ആൾക്കാർക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്യാനും എനിക്ക് തോന്നുന്ന ലാമിനേഷൻ ഫ്രെയിമാണ്. അവരെ കയ്യിൽ നിന്ന് തറയെ വീണാലും ഗ്ലാസ് പൊട്ടി കഴിയുമ്പം നമ്മൾ ഗ്ലാസ് പോലെടുക്കുമ്പോൾ പ്രിൻറ്റ് കീറിപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അന്നേരം ആദ്യമേ ഇന്ന് കുറച്ച് കൂടുതലും ചെറിയ ഫ്രെയിംസ് ആയിട്ട് ഈ വട്ടം കുറച്ച് ഓർഡർ വന്നിട്ടുള്ളത്. ഒരു 6-7 ചെറിയ ഫ്രെയിമുണ്ട്. അന്നേരം ഞാൻ ആദ്യമേ ഇതിൻ്റെ ഈ ഒരു ഫ്രെയിമിൻ്റെ ബാക്കിലത്തെ ഇതൊക്കെ ഒന്ന് ആ ഒരു സെപ്പറേറ്റ് ആക്കുക കേട്ടോ. ആ ഒരു ബോർഡ് അതുമായിട്ടൊന്ന് അത് ഇച്ചിരി പാടാണ്. കാരണം സാധാരണ നമ്മളിങ്ങനെ ഈ എന്താ പറയുക സ്കെയിൽ വെച്ച് ഇളക്കി അതിന് ഇളകി വരും. പക്ഷേ ഇത് ഭയങ്കര പാടാണ്, ടൈറ്റായിട്ട് ഇരിക്കുന്നത്. കൈ കൊണ്ട് ഇങ്ങനെ നഖം വെച്ച് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് നല്ല പാടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല വേദന എടുത്തു. പിന്നെ ചെയ്ത് തന്നപ്പം നമുക്ക് ഇത്രയും ഫ്രെയിമില്ല, ഒരു 10-14 ഫ്രെയിമാണ്. ഇതെല്ലാം കൂടി ഇതിങ്ങനെ വെള്ളം വെച്ച് നഖം വെച്ച് ഇളക്കി വന്നപ്പോഴത്തേക്ക് നല്ല വേദനയായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അന്നേരം ചിലതൊക്കെ നമുക്കിങ്ങനെ സ്കെയിൽ വെച്ച് പറ്റും, ചിലതൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുന്ന പോലെ നമ്മൾ സ്കെയിൽ വെച്ച് തട്ടിയാലും പറ്റുന്നെങ്കിൽ. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ ഇതായിട്ട് കൊടുക്കത്തില്ല, കാരണം എനിക്ക് പേടി അത് ഒടിഞ്ഞു വല്ലതും പോകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് ബലം കൊടുത്തതിന് എനിക്ക്. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഇളക്കി, അല്ലാത്തതൊക്കെ പറ്റുന്നതൊക്കെ ഇങ്ങനെ സ്കെയിൽ കൊണ്ട് തന്നെ സ്കെയിലിൻ്റെ അറ്റം വെച്ച് തട്ടി വെച്ചാൽ ഇങ്ങനെ ഇളകി അങ്ങ് വന്നോളൂ. ഇതേപോലെ മൊത്തം ഫ്രെയിം ഇതേ ചെയ്യും കേട്ടോ. 2 വലിയ ഫ്രെയിം മാത്രം മാറ്റി വെച്ചത് അവസാനം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ കുഞ്ഞു ഫ്രെയിമിൻ്റെ അതിൻ്റെയൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ലാമിനേഷൻ ചെയ്ത് വെച്ച പ്രിൻ്റില്ലേ അത് എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പൊടിൻ്റെ പുറത്ത് നിന്ന് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തുടച്ച് ഇതേപോലെ ഒന്ന് തൂത്ത് കളയാം കേട്ടോ. നമ്മൾ മുമ്പ് ഞാൻ ആദ്യമേ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെയും എന്തിൻ്റെ പൊടിയെല്ലാം ആയോ എന്ന് വിചാരിച്ചു ഞാൻ മൊത്തം ഇതേപോലെ ഒന്ന് ഇതാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറക്റ്റ് ആ പ്രിൻ്റ് ഒന്ന് ഫ്രെയിമിൽ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് അധികം ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതേപോലെ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് പ്രിൻ്റ് ഇരിക്കുമ്പം പൊങ്ങിയിരിക്കും, പ്രിൻ്റ് ഫ്രെയിമിൻ്റെ അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് അളവിനായിട്ട് വെച്ച് കൊടുക്കുന്നത്. കാരണം കറക്റ്റ് അളവിനെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ വെട്ടുന്നത്. സാധാരണ എല്ലാവരും ആ ബാക്കിലത്തെ ഫ്രെയിമിൻ്റെ ബോർഡില്ലേ ആ ബോർഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ അങ്ങനെയല്ലോ, ഞാനിങ്ങനെ വെച്ച് നോക്കിയാൽ അത് കട്ട് ചെയ്യത്തുള്ളൂ. കാരണം ചില സമയത്ത് നമ്മൾ ആ ബാക്കിലത്തെ ഫ്രെയിമിനെ കട്ടി ഒരു ഇച്ചിരി ചെറുതൊക്കെ ആയിരിക്കും. അങ്ങനെ അത് നമ്മൾ കറക്റ്റ് അളവിന് വെട്ടുമ്പോൾ, കറക്റ്റ് പ്രിൻ്റ് ആ ഒരു അളവിന് വെട്ടുമ്പോൾ കറക്റ്റ് ആ ഫ്രെയിമിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഇപ്പം പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്ററിൻ്റെ എന്തെങ്കിലും ഉള്ളിലോട്ട് പോകും, ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട്. അങ്ങനെ അത് വരാതിരിക്കുമ്പോൾ ഞാൻ ഇതേപോലെ കറക്റ്റിന് വെച്ച് നോക്കും. അത് നമ്മൾ നോക്കും, ഇങ്ങനെ നോക്കി ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് എന്ത് കിട്ടുന്നുണ്ടോ, എല്ലാ പേരും അതിൻ്റെ ഒരു ലെറ്ററും കാര്യങ്ങളൊന്നും പോയിട്ടില്ല, എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാട്ടോ അത് വയ്ക്കുന്നത്. ഇത് നമ്മളിലുള്ള ബർത്ത്ഡേറ്റിന് ഫ്രെയിം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു ഡിസൈനും കാര്യങ്ങളും
ഒക്കെ കറക്റ്റ് ആ പേരും എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടണം, ഉള്ളിൽ കിട്ടണം. അന്നേരം അതൊന്ന് ഞാൻ എപ്പോഴും നോക്കി. കുഞ്ഞ് ഫ്രെയിം, നമുക്ക് വലിയ ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. കുഞ്ഞ് ഫ്രെയിം ആകുമ്പോൾ നമ്മൾ അതൊന്നും പോവാതെ കറക്റ്റ് ആ ഡിസൈനും എല്ലാം പേരും എല്ലാ കാര്യങ്ങൾക്കും അതിനുള്ളിൽ കിട്ടണം. അങ്ങനെ കറക്റ്റായിട്ട് ഏറ്റവും കൂടുതൽ നോക്കി ചെയ്യുന്ന ഈ ഒരു സൈസാട്ടോ. ഒരു 8x6 ആട്ടോ സൈസ് വരുന്ന ഫ്രെയിമിൻ്റെ. അത് നമ്മളിങ്ങനെ കറക്റ്റ് ഞാൻ എപ്പോഴും നോക്കി ഒരു 10 വട്ടം നോക്കും അതിങ്ങനെ കറക്റ്റാണോ എല്ലാം നോക്കിയിട്ട് മാത്രമേ വെക്കത്തുള്ളൂ. കാരണം അത് നമ്മളൊന്നും പോകാൻ പാടില്ലല്ലോ, ഒരു പേരോ അല്ലെങ്കിൽ ഒന്നും പോകാൻ പാടില്ലല്ലോ. പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. തൊണ്ട ഇച്ചിരിതായിട്ട് ഇരിക്കുക, അതെൻ്റെ സൗണ്ട് കുറച്ച് ഇങ്ങനെ വ്യത്യാസം വരുന്നത് കേട്ടോ. അന്നേരം അതേപോലെ തന്നെ എല്ലാ ഫ്രെയിമും ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ ഫ്രെയിമും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. കാരണം 10-14 ഫ്രെയിം ഉൾപ്പെടെ ഇല്ലേ, അതുകൊണ്ട് തന്നെ ബോറടിക്കും. അത്ര മൊത്തം ചെയ്യുമ്പോൾ ഞാൻ മൊത്തം കട്ട് ചെയ്ത് സ്പീഡൊക്കെ ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് ഞാൻ ഫുള്ളി നമ്മൾ എല്ലാം ഫ്രെയിം അതേപോലെ ചെയ്ത് പ്രിൻ്റൊക്കെ ഫ്രെയിമിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ഇതിനകത്ത് ആ ഫ്രെയിമിൻ്റെ ബാക്കിൽ ആ ടേപ്പ് ഒട്ടിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ലോഗോ ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിരിക്കുന്നതാണ്. നമ്മൾ ആർട്ട്ബൈ നിഹി എന്ന് പറഞ്ഞ് നമ്മൾ ആ ലോഗോ നമ്മൾ ഇതിൽ പ്രിൻ്റ് എടുത്തിരിക്കുന്നതാണ്. അത് നമ്മളിങ്ങനെ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കും കേട്ടോ. അതേപോലെ ഈ ടേപ്പും ബ്ലാക്ക് ടേപ്പ് വെച്ച് നമ്മളത് നേരത്തെ തുറന്നില്ലായിരുന്നു, അവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും കേട്ടോ. കാരണം അത് അവരെ കൈ തട്ടണ്ട എന്നൊക്കെ വിചാരിച്ചാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് ഇരിക്കുമല്ലോ അത്. നമ്മളെല്ലാവരും അത് ഒട്ടിച്ച് കൊടുക്കാറ്. മിക്കവരും അതങ്ങനെ നമ്മൾ ഫ്രെയിമൊക്കെ ചെയ്യുന്ന ബാക്ക് സൈഡ് ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഇത് മൊത്തം ഇതേപോലെ ബ്ലാക്ക് കളർ ടേപ്പ് വെച്ചിട്ട് ഫുള്ളി കവർ ചെയ്യുക കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു പാക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഗ്ലാസ് ഫ്രെയിമിൻ്റെ ആയിരുന്നു. അത് കണ്ടിട്ടില്ല, അതൊക്കെ കണ്ടു നോക്കട്ടെ, ലിങ്ക് തന്നെ കൊടുത്തിരിക്കാം. അന്നേരം ഇത് ഞാൻ ഫുള്ളി ഇതേപോലെ എല്ലാം ഇതിനകത്ത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇത് ടേപ്പ് ഒട്ടിച്ചിട്ട് അതേപോലെ നമ്മൾ ആ ഒരു സ്റ്റിക്കറില്ലേ നമ്മളെ ലോഗോ അതും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഞാൻ ലോഗോ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് കേട്ടോ. അതോ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ഫ്രെയിമൊക്കെ എടുക്കുന്നത് നമ്മൾ ഈ വൈറ്റ് കളർ ഫ്രെയിം ഇപ്പം ഞാൻ കൊല്ലത്താട്ടോ ഉള്ളത്, എൻ്റെ സ്ഥലം കൊല്ലമാണ്. പിന്നെ കൊല്ലത്ത് ഞാൻ വൈറ്റ് കളർ ഫ്രെയിം നമ്മൾ ഇവിടെയൊക്കെ തിരക്കണം. വൈറ്റ് കളർ ഫ്രെയിം നമുക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല. നമ്മൾ മലപ്പുറത്തുനിന്നാട്ടോ എടുക്കുന്നത്. ഇവിടെ ഒന്നും ഫ്രെയിമില്ല, മലപ്പുറത്താണ് നമ്മൾ ഫ്രെയിം എടുക്കുന്നത് വൈറ്റ് കളറ്. എടുക്കുമ്പോൾ ഒരു 10-40 എണ്ണം ഒരുമിച്ച് എടുക്കും. ഒരു സൈസിന് 10 എണ്ണം ആ ഒരു ഇതിൽ നമ്മൾ എടുക്കുന്നത് ഒരേ മാസം. അന്നേരം നമുക്ക് ഇവിടെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല വൈറ്റ് കളർ ഫ്രെയിം. കൊല്ലത്തിന് എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. കൊല്ലത്ത് ഒരുപാട് അടുത്ത് ഇറക്കിയിട്ടും കൊല്ലത്തൊന്നും വൈറ്റ് കളർ ഫ്രെയിം എനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ, കൊല്ലത്തുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വൈറ്റ് കളർ ഫ്രെയിം കൊല്ലത്ത് എവിടെ കിട്ടുമെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ഒരുപാട് അടുത്ത് ഇറക്കി, നമ്മൾ ഫ്രെയിം ചെയ്യുന്ന അല്ലാതെ കടകളിലൊക്കെ തിരക്കിയിട്ടൊന്നും എവിടെ ഇല്ലായിരുന്നു. ആർക്കും അറിയത്തതുമില്ല വൈറ്റ് കളർ ഫ്രെയിം എവിടെ കിട്ടുമെന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് തന്നെ നമ്മൾ പ്രിൻ്റ് എടുത്തതിന് കേട്ടോ ആ ലോഗോ. അവിടുത്തെ നമ്മളൊരു ഷീറ്റിനാണ്ട് നമുക്ക് A4 സൈസ് ഒരു ഷീറ്റിന് 50 60 ആ റേഞ്ചിനാണ്. ഒരു 75 എണ്ണം ഉണ്ട് ആ ഒരു സ്റ്റിക്കർ. അത് ലാഭം കേട്ടോ അത്. അങ്ങനെ ഞാൻ ആദ്യമേ ആ ലോഗോ ഒക്കെ ഒട്ടിച്ച് ആ ചെറിയ ഫ്രെയിമിൽ മൊത്തം ടേപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് അതേപോലെ തന്നെ ബാക്കിയൊക്കെ ഫ്രെയിം അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇരുന്നപ്പോൾ തന്നെ ഒരു 12 മണി ആയി കാണും കേട്ടോ അത് ചെയ്യാൻ വേണ്ടി. പിന്നെ 2:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കും എല്ലാം ചെയ്ത് അത്രയും ചെയ്ത് തീർന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പുറത്ത് കോറിയതാണ്. കാരണം നമ്മൾ വീട്ടിൽ ഇങ്ങനെ മരം വെട്ടി ഒതുക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ചവറും കാര്യങ്ങളും അതുപോലെ അവിടെ കേട്ടോ ഓരോ പച്ചമരം കാണുന്നില്ലേ, അതേപോലെ അവിടെ കേട്ടോ ഞാൻ ഇൻസ്റ്റയിലേക്കുള്ള ഫോട്ടോയൊക്കെ എടുക്കുന്നത്. എനിക്ക് അവിടെ എടുത്ത് ഫോട്ടോ എടുക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഫോട്ടോ കിട്ടുന്നുണ്ടെന്ന്. വീട് മൊത്തം നടുക്കോലം. ഞാൻ കുറച്ച് നടുവ് നിവർത്താം എന്ന് എഴുന്നേറ്റ് കേട്ടോ നമ്മളെ വണ്ടി കൊണ്ടിരിക്കുന്നു അവിടെ. അന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി അമ്മമാരെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം 2:30 ആയില്ലേ. കാരണം ഇന്ന് ഫുള്ളി നമുക്ക് പാക്കിങ് കംപ്ലീറ്റ് ചെയ്യണം. കാരണം നാളെ കൊറിയർ അയക്കാനുള്ള സാധനമാണിത്. തലേ ദിവസമാണ് ഓടിപ്പടച്ച് ചെയ്യുന്നത്. കാരണം നമുക്ക് 2 പ്രിൻറ്റും കൂടെ കൺഫേം കിട്ടാനുണ്ടായിരുന്നു. അതുകൊണ്ട് അതും കൂടെ ഒരുമിച്ച് അയക്കാമെന്ന് വെച്ചിരുന്നതാണ് ഇത്ര ഇതായിപ്പോയത്. അന്നേരം അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഫ്രെയിമൊക്കെ ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു. ഇത് ഞാൻ പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് വീണ്ടും ഞാൻ ഇരുന്നത് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടി. 4 മണിയില്ല, ഒരു 5 മണിയായി വീണ്ടും ഞാൻ ഇരുന്നപ്പോഴത്തേക്കും. എൻ്റെ ഫോണിൽ പിന്നെ ചാർജൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫോൺ ചാർജ് ഇട്ടിരുന്നു. പിന്നെ അത്രയും നേരം ഇരുന്നപ്പോൾ എനിക്ക് നടുവൊക്കെ നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ പിന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ സമയങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല ചാർജ് ഇല്ലെങ്കിൽ. പിന്നെ ഞാൻ അതിനുശേഷം ഞാൻ കണ്ട് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ച് നമ്മൾ ഇത് ഫ്രെയിം ഒന്ന് കവറപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയിട്ടോ ഞാൻ പിന്നെ ഇരുന്നപ്പോഴത്തേക്കും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് ഫുൾ ഫ്രെയിം ഇതേപോലെ നമ്മളൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അതിന് ഒരു വലുതും അതേപോലെ ഇത് ഞാൻ സംഭവം പറയുന്ന റാപ്പ് നമ്മൾ ഈ ഇതൊക്കെ പാക്കിങ് കേക്കാണോ
എനിക്ക് സത്യത്തിൻ്റെ സംഭവത്തിൻ്റെ പേരറിയത്തില്ല കേട്ടോ. ഞാൻ കടയിൽ പോയി ഫോട്ടോ കാണിച്ചിട്ടാണ് ഞാൻ സാധനം മേടിച്ചത്. എന്നിട്ട് ഈ പേരറിയാത്ത സാധനം വെച്ച് ഞാൻ ഫുള്ള് ഇതേപോലെ കവറപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറുതും വലുതും എൻ്റെ കയ്യിലുണ്ട്. അന്നേരം ഈ ഒരു ചെറുത് എനിക്ക് 150 രൂപ ആയിട്ടുള്ളൂ. വലുതിന് 200 എത്ര രൂപ. അത് ഞാൻ കൊല്ലത്ത് അയ്യപ്പേന്ന് മേടിച്ചായിരുന്നു കേട്ടോ. പോയപ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ വട്ടം സാധനം മേടിക്കാൻ പോയി, പാക്കിങ്ങിന് സാധനം മേടിക്കാൻ പോയപ്പോൾ മേടിച്ചായിരുന്നു അത് വലുത്. അന്നേരം വലിയ ഫ്രെയിമൊക്കെ ഞാൻ അത് വെച്ചാട്ടോ പാക്ക് ചെയ്യുന്നത്. അന്നേരം ഞാൻ ഫുള്ളി നമ്മൾ 14 ഫ്രെയിം ഞാൻ ഫുള്ളി പാക്ക് ചെയ്ത് അത് വെച്ച് ഫുള്ളി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കവറപ്പ് ചെയ്യുന്നത് എന്താ ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് എന്തിനാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ സ്പോഞ്ച്, നമ്മൾ ഈ പാക്കിങ് സ്പോഞ്ച് കേട്ടോ, റാപ്പാണിത്. നമ്മൾ സ്പോഞ്ച് പോലെ ഇരിക്കും. നമുക്ക് മിക്ക നമ്മൾ എന്താ പറയുക, ഈ ടി വിയും ഇതൊക്കെ മേടിക്കുമ്പോൾ പൊതിഞ്ഞ് വരുന്ന ഈ ഒരു സ്പോഞ്ച് കേട്ടോ. ഈ ഒരു സ്പോഞ്ച് ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അളവ്, കറക്റ്റ് അളവൊന്നുമില്ല, എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരു അളവിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച്. ഇത് നമുക്ക് ഫ്രെയിമൊക്കെ പാക്ക് ചെയ്യാൻ കുറച്ചും കൂടി നല്ലതാട്ടോ. ഈ ഒരു സ്പോഞ്ച് നമുക്ക് ബബിൾ ട്രാപ്പിനെയൊക്കെ കാട്ടി കുറച്ചും കൂടി നല്ലതാണ്. ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഫ്രെയിമിൻ്റെ സൈഡിലുണ്ടല്ലോ, സൈഡിലൊന്ന് എന്നാൽ ഈ 4 അരിവിലും ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് മൊത്തം ഇതേപോലെ കട്ട് ചെയ്തിട്ട് അത് 2ആയിട്ട് കട്ട് ചെയ്യും. നമ്മൾ അത് നേരെ കട്ട് ചെയ്തെടുത്ത സാധനം വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്യും കേട്ടോ. ആ സമയം കൊണ്ട് അമ്മ താണ്ട് എന്തുവായിരുന്നു ഇത് പറയുന്നത്, അമ്മ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പലഹാരം 4 മണി പലഹാരം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു ബജ്ജി പോലെ നമ്മൾ ഇതാട്ടോ. അത് അങ്ങനെ അതും കഴിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. അതെനിക്ക് ഞാൻ കയ്യിൽ കൊണ്ട് എടുത്തില്ല കേട്ടോ, ചേച്ചിയെ മായി വെച്ച് തരുമായിരുന്നു, കാരണം കയ്യിൽ എണ്ണമയം പറ്റിക്കാൻ ശരിയാവത്തില്ല. അതും കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഈ ഒരു സമയം ഇപ്പോൾ ചേച്ചി വന്നായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവളും കൂടെ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യും പാക്കിങ്ങിൻ്റെ ബാക്കിയൊക്കെ കാര്യങ്ങൾ. ഞാൻ കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ട് ബാക്കിയൊക്കെ പിന്നെ ചേച്ചിയും കൂടെ വന്നിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ഇതുണ്ടോ, നമ്മൾ ആ ഒരു സ്പോഞ്ച് പോലത്തെ വെട്ടിയില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഈ ഫ്രെയിമിൻ്റെ 4 മൂല ഇതേപോലെ മടക്കി വന്നിട്ട് അതിങ്ങനെ മടക്കിയിട്ട് 4 മൂല ഇങ്ങനെ കവറപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഫ്രെയിം അവിടെ നിന്ന് പോയി തട്ടിയാലും ഇങ്ങനെ ഒടിയും അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. കുറച്ചും കൂടി സേഫായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഫ്രെയിം കൊറിയറൊക്കെ അയക്കുമ്പോഴത്തേക്കും കുറച്ച് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. തൊണ്ടയ്ക്ക് ഇതായതുകൊണ്ട് കേട്ടോ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതായി പോകുന്നത്. അതേപോലെ എല്ലാ ഫ്രെയിം ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 സൈഡും ഫ്രെയിമിൻ്റെ 4 സൈഡും ഇങ്ങനെ കവറപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമൊന്നും ചെയ്യത്തില്ലായിരുന്നു ഇങ്ങനെ. പിന്നെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഫ്രെയിം നമുക്ക് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ട് നമ്മൾ കുറേ സർവീസിന് കഴിയുന്ന പറ്റിയതാണ്. നമ്മൾ എത്ര കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ യാതൊരു ഫലമില്ല. നമ്മൾ ആദ്യമേ DTDC വഴിയാണ് അയച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കുറ്റം പറയില്ല. നമുക്ക് 10 ഫ്രെയിം ഉൾപ്പെടെ 10 ഫ്രെയിം ഉൾപ്പെടെ നമുക്ക് നല്ലൊരു കസ്റ്റമറിനെ കൈ എത്തിയിട്ടുണ്ട് ചില സമയത്ത്. കാരണം ആ സമയത്ത് നമുക്ക് നഷ്ടം വരും നല്ല രീതിയിൽ തന്നെ. നമ്മൾ അത്രയ്ക്ക് ഇതായിട്ട് അയച്ചിട്ട് പോലും നമ്മൾ, കാരണം നിങ്ങൾക്ക് അറിയേണ്ടത് മുമ്പത്തെ പാക്കിംഗ് വീഡിയോ ആണ് നമ്മൾ എങ്ങനെ പാക്ക് ചെയ്യുന്നതെന്നൊക്കെ. അത്ര ഇതായിട്ട് അയച്ചിട്ട് പൊട്ടിപ്പോയപ്പോഴേക്ക് പിന്നെ നമ്മൾ ലാമിനേഷൻ ഫ്രെയിം ആക്കി. ആ ശേഷം ഞാൻ ഈ അരിവൊക്കെ കറക്റ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കും. കുറച്ച് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടു ഇങ്ങനെ കുറേ പേരെ. ഞാൻ ഇങ്ങനെ ഈ ഫ്രെയിമിൽ 4 മൂലയ്ക്കും വെക്കുന്ന സ്കാനം പോലെ കിട്ടും. അത് നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ വെച്ചു ഞാനൊരു ഇംഗ്ലീഷ് ഏതൊരു വീഡിയോയിൽ കണ്ടോ ഇങ്ങനെ സ്പോഞ്ച് വെച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ കുറച്ചും കൂടെ കുഴപ്പമില്ല. നമുക്കിങ്ങനെ തട്ടുന്ന അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ മോള് വന്നു കേട്ടോ. അവളും കൂടെ വന്നപ്പോഴേക്കും അവളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അവളിങ്ങനെ തേപ്പൊക്കെ വെട്ടിത്തരാനും ഒക്കെ അവളും കൂടെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരുന്നു പണി. ഞാൻ മൊത്തം സെറ്റ് ചെയ്തു വെച്ചു. അതിനുശേഷം ഞാൻ പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും ഇരുന്നത് കേട്ടോ. കാരണം കുറച്ച് റെസ്റ്റ്, ഒരു ഇരിപ്പിന് ഇരുന്നാൽ ശരി, അത് നടുവൊക്കെ നല്ല വേദനയായിരിക്കും. നമ്മൾ ഒരു ഇരിപ്പിന് ചെയ്യുമല്ല. ഞാൻ നമ്മൾ ഈ ഓർഡറും കാര്യങ്ങളൊക്കെ ഒരു ബുക്കിലോ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അന്നേരം കറക്റ്റ് അതിനകത്തുള്ള നമ്മൾ പറഞ്ഞില്ലേ 8x6 നമ്മൾ ആ ചെറിയ സൈസ് നമുക്ക് ഒരു 6 ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളത് കറക്റ്റ് ആരൊക്കെയാണെന്നുള്ള കറക്റ്റ് രീതിയിൽ നമ്മളത് ആ ബുക്കിൻ്റെ അകത്ത് എഴുതി വെച്ചിരുന്ന പേരിൽ തന്നെ നമ്മൾ കറക്റ്റുള്ള അടുക്കി വെച്ചോട്ടെ. കാരണം അല്ലെങ്കിൽ മാറിപ്പോവും. കറക്റ്റ് ഒരേ സൈസ് ആയതുകൊണ്ട് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കറക്റ്റ് അളവിന് ആ ബുക്കിൽ കറക്റ്റ് എങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്ന പേര് അതേപോലെ തന്നെ ഞാൻ അതൊക്കെ അടുക്കി വെച്ചു. നമുക്ക് ആ കറക്റ്റ് അളവിൽ പാക്ക് ചെയ്ത് പോവാം. ഞാൻ ബബിൾ ട്രാപ്പ് വെച്ചിട്ട് ഞാൻ അതേ ജസ്റ്റ് പാക്ക് ചെയ്യും കേട്ടോ. ഈ ഒരു ബബിൾ ട്രാപ്പ് ഞാൻ ആമസോണിൽ മേടിച്ച കേട്ടോ. 50 മീറ്ററോ 30 മീറ്റർ കൊണ്ട് 300 രൂപയ്ക്കാണ്ട് മേടിച്ചാണ്. ഞാൻ മുമ്പ് മേടിച്ചുകൊണ്ടിരുന്നത് 10 മീറ്ററിന് 200 സംതിങ് രൂപ 207 രൂപയ്ക്കാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ലാഭമാണ് സത്യം പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ച് നോക്കുകയാണ് ഇത് കുറച്ചും കൂടി ലാഭമാണ്. കാരണം ഞാൻ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായത്. ഇത് കുറച്ച് തോനെയുണ്ട്. 30 മീറ്റർ ഉണ്ടല്ലോ, 30 40 ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യത ഓർമ്മയില്ല കേട്ടോ. ഇത് ഞാൻ ലിങ്കൊക്കെ ഞങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കാം. അത് നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബബിൾ ട്രാപ്പ് അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചേച്ചി ഇരിപ്പുണ്ട് കേട്ടോ അപ്പുറത്ത്. അവൾ ഇങ്ങനെ ടേപ്പും കാര്യങ്ങളൊക്കെ അവളത് ഒട്ടിച്ച് വെക്കും. അങ്ങനെ ഞങ്ങൾ ആദ്യമേ അങ്ങനെ ചെയ്ത് പോകാം. പിന്നെ ഞങ്ങളത് മാറ്റിയിട്ട് ആ ചേച്ചീൻ്റെ ബബിൾ ട്രാപ്പ് പാക്ക് ചെയ്യാം. ഞാൻ സ്പോഞ്ചിൽ നമ്മൾ
ഞാൻ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ബാക്കിയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്രെയിം മാത്രമാണ് ഈ സ്പോഞ്ചും കൂടെ വെച്ചൊന്ന് കവർ ചെയ്തുകൊണ്ട്, കാരണം അത് നമ്മൾ പാക്കിങ് കവർ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ, കുഞ്ഞ് ഫ്രെയിം. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി സ്പോഞ്ചൊക്കെ വെച്ച് കൂടെ ഒന്നും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അളവിൽ ഇങ്ങനെ വെച്ച് ഞാൻ വെട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് ഈ പാക്കിങ്ങിൻ്റെ വില മനസ്സിലാവുന്നത്. കാരണം നമ്മളൊക്കെ ഒരു സാധനം വന്നേ നമ്മൾ അന്നേരം വലിച്ച് കീറി പൊട്ടിക്കും. കാരണം അതിൻ്റെ പിന്നിൽ ആൾക്കാർ കഷ്ടപ്പെടുന്ന അത്ര നമ്മൾ അന്നേരം ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കറിയത് ആ ഒരു വില നമ്മൾക്ക് അത്രയും നമ്മൾ 3-4 മണിക്കൂർ എനിക്കറിയാം. എനിക്ക് ഉച്ചയ്ക്ക് 12:30 ഇരുന്നതാണ്. 12:30 തൊട്ട് ഞാൻ തുടങ്ങിയ ഒരു പാക്കിങ്ങാണിത്. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും അന്നേരം തൊട്ട് ഞാൻ കാരണം ഞാൻ ഒരു 1:30 ഒക്കെ ആയി. 1:30 അല്ല, ഒരു 12 മണിയായപ്പോൾ ഞാൻ ഇന്ന് കിടന്നത്. കാരണം അത്രയും നേരം വരെ നമ്മൾ കിടന്നതല്ല, ഞാൻ പാക്കിങ് കംപ്ലീറ്റ് ചെയ്തത് 12 മണിയൊക്കെ ആയപ്പോഴാണ് പാക്കിങ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത്. അതായത് ഞാൻ പക്ഷേ എളുപ്പത്തിന് ടേപ്പ് നമ്മൾ ഈ ഡ്രസ്സിൽ തന്നെ കട്ട് ചെയ്ത് ആദ്യമേ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും ഡ്രസ്സിൽ തന്നെ. അത് നമുക്ക് കുറച്ചുകൂടി എടുത്ത് നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അത് നമ്മൾ മടക്കിയ ശേഷം വീണ്ടും ഷെല്ലോ ടേപ്പ് എടുക്കണം, അത് വെട്ടണം, ഒട്ടിക്കണം. അത് നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ഡ്രസ്സിൽ തന്നെ ഒട്ടിച്ച് വെക്കാം. നമുക്ക് എടുത്ത് പെട്ടെന്ന് ഒട്ടിച്ച് മാറ്റാം. അങ്ങനെ ഇതേപോലെ ഞാൻ കുഞ്ഞ് ഫ്രെയിം മൊത്തം ഞാൻ ഇതേപോലെ തന്നെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയും ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇത്രയും വരെ പാക്ക് ചെയ്യുന്നേ കാണിക്കുന്നുള്ളൂ. നമ്മൾ കുറച്ചധികം ഉണ്ട് വീഡിയോ. അതാകുമ്പം 2 ദിവസത്തെ കാര്യങ്ങളുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ട് തന്നെ ഒരുപാട് പുറകെ, കാരണം ഒരു അരമണിക്കൂറോളം വരുന്നുണ്ട്. 30 മിനിറ്റ് പുറത്ത് വരുന്നുണ്ട്. അന്നേരം നിങ്ങൾക്കത് ബോറടിക്കും. അന്നേരം ഞാൻ 2 വീഡിയോ ആയിട്ട് പറഞ്ഞു, 2 വീഡിയോ ആയിട്ട് ആക്കിയിട്ടുണ്ട്. അന്നേരം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ. ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും ആ ഒരു വീഡിയോ.